അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഉള്ള സമയമായി. അപ്പം അതിന് മുമ്പേ വേറൊരാൾ ഓൻ്റെ പുട്ട് മിക്സ് ഉണ്ടാക്കുന്നുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലത്തെ പുട്ടിൻ്റെ കുക്കിംഗ് ആണ് അല്ലൂട്ടുണ്ട്. പുട്ട് മിക്സ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു മുട്ട ഒഴിച്ച് ഇപ്പം രണ്ടാമത്തെ മുട്ട ഒഴിക്കുന്നുണ്ട്. എന്തെല്ലാം ആവുകയെന്നറിയില്ല, നോക്കാം നമുക്ക്. അങ്ങനെല്ലാം പറയുന്നുണ്ട്. അടുത്ത നന്നായില്ലിടുക. ഉപ്പിട്ടിട്ടില്ലേ? ഉപ്പെന്തിനാ? പുട്ടിൽ ഉപ്പുണ്ടാവൂലേ? ഓഹോ. ഇനി അടുത്തത് ഉപ്പ്. കുറച്ചുപ്പ്, പിന്നെ കുറച്ച് കുരുമുളക്. ഇനി അടുത്തത് ചിക്കൻ മസാല ഉണ്ടോ? ഇനി മിക്സാക്കിയിട്ട് ചിക്കൻ മസാല. അങ്ങനെ അല്ലൂട്ടൻ്റെ പുട്ടും മുട്ടയും മിക്സ് റെഡി. ഇനി കുറച്ച് ചിക്കൻ മസാല. അപ്പം അങ്ങനെ അത് റെഡിയായി. മറന്നുപോയി ഒരു മാഗി മസാല. എല്ലാം കൂടി എന്താവോന്നറിയാല, അതും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ പുട്ട് മിക്സ് റെഡി. അപ്പോൾ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ഞാൻ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ച് 2 പച്ചമുളക് ഇട്ട്, ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അപ്പോൾ ഇത് നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം, തേങ്ങ ഒരു പാനിലിടുക. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം കായം, പിന്നെ കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് ഉഴുന്ന്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലോണം വറുത്തെടുക്കാം. വേഗം വറുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങ നല്ലോണം ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വറുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളകും പൊടി, ഇത് നല്ലോണം ഒന്നും കൂടി വറുക്കുക.
ഇത് നമ്മളെ തേങ്ങ നല്ലോണം വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിയട്ടെ. ഇനി അടുത്തത് പച്ചക്കറി. അപ്പോൾ ഇത് സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ച പച്ചക്കറികളാണ്. പച്ചക്കായി, മുരിങ്ങ, വെണ്ട, മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ക്യാരറ്റ്, ചേന, തക്കാളി എല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ കഴുകി മുറിച്ചിട്ടിട്ട് വേഗം. അപ്പോൾ നമ്മളെ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. പിന്നെ ഒരു കഷ്ണം വെല്ലം, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത് നല്ലോണം തിളക്കട്ടെ. തിളച്ചിട്ട് ബാക്കി. അപ്പം അങ്ങനെ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാ പച്ചക്കറികളും എല്ലാം ഒന്നിച്ചാണ് ഇടുന്നത്. മുരിങ്ങയും വെണ്ടയും ഒന്നും സെപ്പറേറ്റ് അല്ല, എല്ലാം ഒന്നിച്ച് വേവിക്കാം. ഇനി ഇത് നമുക്ക് മൂടിയിട്ട് 2 വിസിലിടാം. നമുക്ക് തേങ്ങ വറുത്തത് അരച്ചിട്ട് വേഗം വരാം. നമ്മളെ സംഭവങ്ങളെല്ലാം വെന്ത് ഇനി ഇതിലേക്ക് വറുത്ത തേങ്ങ അരച്ചത് ചേർക്കാം. ഇതൊന്ന് നല്ലോണം എടുക്കാം. ഇനി ഇതിന് ഉപ്പുണ്ടോ നോക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പിടാം. ഇത് കത്തിക്കാം. അപ്പം നമുക്കിനി സാമ്പാറിലേക്ക് വറുത്തിടാം. ഇനി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, നമ്മളെ കടുക് പൊട്ടി ഇതിലേക്ക് വറ്റൽ മുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില, കുറച്ച് സാമ്പാർ പൊടി നല്ലോണം ഇതിലേക്ക് വെക്കാം. അങ്ങനെ സാമ്പാർ റെഡിയായി.